ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് മഞ്ഞപ്ര നടുവട്ടത്താണ്. അവിടെ ഒരു മീൻകുളമാണ്, മീനെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫെൻസിങ് ഇടാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെൻസിങ്ങിൻ്റെ പരിപാടിയും കൂടി ഉണ്ട്, തരിപ്പണി മാത്രമല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ഫെൻസിങ് ഇടാനായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്ഥലം. ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് ഇത് ചെയ്തത്. നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഇപ്പോൾ നിലവിൽ ഇതിൽ മീനിട്ടിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മൾ 5 ലൈനാണ് ഇതിൽ നിലവിൽ വലിച്ചേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ കാണുന്ന ഒരു 3 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്ന ആ ഭാഗത്താണ് നമുക്കിനി ഫെൻസിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലൊക്കെ മീനുണ്ട്, നിലവിൽ മീനുണ്ട്. അലങ്കാര മത്സ്യങ്ങളും അല്ലാതെ മറ്റ് ഇറച്ചിക്കായിട്ടുള്ള മത്സ്യങ്ങളും ആയിട്ട് വളർത്തുന്ന ഇതുണ്ട്, ഇതിൽ നിലവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മുമ്പ് ചെയ്തേക്കുന്നത്. ഇനിയുള്ള ഇതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. പുതിയ സ്ഥലത്തേക്ക് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പോവാണ്, നമ്മുടെ വർക്ക് തുടങ്ങാൻ പോവാണ്. എല്ലാവരും വീഡിയോ കാണുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പുതിയ ഏരിയ. അപ്പോൾ ഫസ്റ്റ് പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഇൻസുലേറ്റർ കെട്ടി ഈ പൈപ്പിൽ നമ്മൾ ഇൻസുലേറ്റർ കെട്ടുന്നതാണ് ചെയ്യേണ്ടത്. ഇൻസുലേറ്റർ നമ്മൾ കുറച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി അത് പൈപ്പിലോട്ട് കെട്ടണം. ഇത് കെട്ടുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 ലൈനാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ലൈൻ എന്ന് വെച്ച് പറയുമ്പോൾ ഒരു 4-5 ഗ്യാപ്പ് വെച്ചാണ് എൻ്റെ ലൈൻ പോകുന്നത്. 4 ലൈൻ. അപ്പം ഭൂമിയിൽ നിന്ന് മേളിലേക്കും ഓരോ ലൈനിൻ്റെ വിഡ്ത്തും 4 ഇഞ്ചാണ് നമ്മൾ ഇടേണ്ടത്. ഏകദേശം ഒരു 4 വിരൽ, ഒരു 4 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ 4 ലൈനുള്ള ഇൻസുലേറ്റർ തന്നെ പോകാതെ കറക്റ്റായിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചാൽ ചെയ്യണം, ഇല്ലെങ്കിൽ കൈയൊക്കെ പെട്ടെന്ന് മുറിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഷാർപ്പ് എഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോസ്റ്റിൽ ഫുള്ള് ഇൻസുലേറ്റർ കെട്ടിയതിന് ശേഷമാണ് നമ്മളിനി ഇത് അവിടെ കൊണ്ട് പോസ്റ്റ് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 ലൈനും ഫുള്ളായിട്ട് കെട്ടാണ്. അപ്പോൾ ഇപ്പോൾ താഴെ ഒരു മണ്ണിന് ഇങ്ങനെ കുഴിച്ചിറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇൻസുലേറ്റർ കെട്ടാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളെ പിടിക്കാൻ നിൽക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾക്ക് കമ്പി കെട്ടിയാൽ ഒരാൾക്ക് സുഖമായിട്ട് ചെയ്യാം. നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ 4 കോർണറിലും കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് നോക്കി നമ്മളിപ്പോൾ ചിരട് കെട്ടിയിട്ടുണ്ട്. ആ ചിരട് കെട്ടിയിട്ട് നമ്മൾ ആ ചിരടിനനുസരിച്ച് ഒരു 4 മീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഓരോ പോസ്റ്റും ഇടുന്നത്. അപ്പോൾ അത് അളന്ന് 4 മീറ്റർ ഉണ്ടത്. ഓരോ പോസ്റ്റും 4 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെയ്യണം. ഇനി അടുത്ത പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 മീറ്റർ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ആ പോസ്റ്റ് അടിച്ചിറക്കുകയാണ്. ഇൻസുലേറ്റർ കെട്ടിയ പോസ്റ്റ് നമ്മൾ അടിച്ചിറക്കുകയാണ്. അടിച്ചിറക്കി അടുത്ത പടി നമ്മൾ മൂലയ്ക്ക് വരുന്ന സ്റ്റേ അടിക്കുകയാണ്. സ്റ്റേ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തതിനോടത്ത് നമ്മളിപ്പോൾ പോസ്റ്റ് അടിച്ച് കഴിഞ്ഞു. പോസ്റ്റ് ഫുള്ള് നമ്മളിപ്പോൾ ആ 4 സൈഡും ഫുള്ളായിട്ട് കവർ ചെയ്ത് അടിച്ച് കഴിഞ്ഞു. 4 മീറ്റർ ഗ്യാപ്പിലിട്ട് ഇൻസുലേറ്റർ കെട്ടിയ ചെറിയ അകത്ത് വരുന്ന പോസ്റ്റുകൾ നമ്മളിപ്പോൾ നിലവിൽ അടിച്ചിറക്കിയിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതെന്ന് വെച്ചാൽ കമ്പി വലിക്കലാണ്. ഇപ്പോൾ നമുക്ക് ലൈൻ കറണ്ട് പാസ് ചെയ്യേണ്ട കമ്പി നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസുലേറ്റർ കൂടെ വലിക്കുകയാണ്. അടുത്തത് ഇനി ഈ വലിയ ഇൻസുലേറ്റർ, ഇതിപ്പോൾ നമ്മൾ മൂലയ്ക്ക് വരുന്ന കോർണറിൽ വരുന്ന പോസ്റ്റുള്ള ഇൻസുലേറ്ററാണ് നമ്മളിപ്പോൾ കെട്ടുന്നത്. നമ്മളിപ്പോൾ ഇൻസുലേറ്റർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയും ഭംഗിയായിട്ട് കെട്ടണം. ഇതുമേയാണ് നമ്മൾ ഫുൾ ടൈറ്റ് വരുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കെട്ടണം, സൂക്ഷിച്ച് ഇതായിട്ട് കെട്ടണം. അതിപ്പോൾ ഏതാണ്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഇത്രയും നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-40 എണ്ണം മതിയാവും. നമ്മൾ എണ്ണ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇതിനിടയ്ക്ക് കാണുന്ന ആ കുളത്തിൽ നമുക്ക് ഇനി മീനെ ഇത് തുടങ്ങാനുള്ളതാണ്. അപ്പോൾ അതും കൂടി കവർ ചെയ്താണ് നമ്മളിപ്പോൾ നിലവിൽ ഫെൻസിങ് ചെയ്യുന്നത്. ഇനി അടുത്തത് വലിച്ച ലൈൻ ഇൻസുലേറ്റർ മൂലയ്ക്കുള്ള പോസ്റ്റുമ്പോൾ നമ്മൾ ഇൻസുലേറ്റർ വലിച്ച് കെട്ടി ലൈൻ ടൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മളിപ്പോൾ നിലവിൽ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഈ എൻഡ് നമ്മളിപ്പോൾ വലിച്ച് കെട്ടാണ്, നല്ല ടെമ്പറിൽ ടൈറ്റായിട്ട് വലിച്ച് കെട്ടാണ്. അപ്പോൾ നീർനായക്ക് ഇത്രയും ഗ്യാപ്പൊക്കെ മതിയാവും. കാരണം അതിങ്ങനെ നിലത്തിൽ കൂടെ എഴഞ്ഞു വരുന്ന ഒരു ജീവിയല്ലേ. മാനും പ്ലാവും ഒന്നും ആനയൊന്നും പോലെയല്ലല്ലോ. ഇപ്പോൾ അത് അടുത്ത് നമ്മൾ അതിന് കണക്ഷൻ കൊടുക്കുകയാണ്. ജമ്പർ, ഈ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനിലേക്കും കടത്തി പാസ് ചെയ്ത് വിടാനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ 4 ലൈന് നമ്മൾ കവർ ചെയ്ത് അത് ഈ സ്റ്റേ കമ്പിയുമ്പോൾ മുട്ടാതെ കറക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എർത്തായി പോകും. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ജമ്പർ കെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ 4 മൂലയിലും അതുപോലെ ഇടയ്ക്ക് കട്ട് ചെയ്തുന്ന ഭാഗത്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മെയിൻ ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഇതുപോലെ 3 കാലടിച്ച് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ
ഫ്ലെക്സ് ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ നിലവിലിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് വയർ ആണ് ഇട്ട് ചെയ്തേക്കുന്നത്. അത് പിരിച്ച് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈൻ നേരെ അങ്ങോട്ട് പോകുന്നത് ആ എൻഡിലാണ്. മെയിൻ സപ്ലൈ വരുന്നത് അവിടെയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ സപ്ലൈ ഉള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് അവിടെ സപ്ലൈ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ മെയിൻ സപ്ലൈയിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ആൾപ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് ലൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണക്ഷൻ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് പിരിച്ച് കൊടുക്കണം കറക്റ്റാക്കി. ഇത്രയും ഏരിയയിൽ നിന്നാണ് നമ്മളിപ്പോൾ കറണ്ട് കൊണ്ടുപോകുന്നത്. രണ്ടും ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സോളാർ പാനൽ. ഈ പാനലിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ടുള്ള സപ്ലൈ പോകുന്നത്. മെയിൻ ആൾ ഈ 2 പേർക്കും ഉള്ള വൈദ്യുതി പുള്ളിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഏരിയ. ഇത് പഴയ ഏരിയ. ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന പുതിയ ഏരിയയാണ് ആ കാണുന്നത്. ഇത് കാണുന്നു. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബാറ്ററിയും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഈ ഒരു ഷെഡാണ് ഇതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡാണത്. അതിനകത്താണ് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കയറാണ്. ഇതിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണമല്ലോ പുതിയ ലൈൻ കൊടുത്തിട്ട്. ഇതാണ് ബാറ്ററി, ഇതതിൻ്റെ ഇൻവെർട്ടറാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഊരണം. സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ ഒരെണ്ണം നമ്മൾ ഊരിയിട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അതേ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ന്യൂട്രൽ ഊരിയിട്ടിട്ടുണ്ട്. ന്യൂട്രൽ ഊരി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഏതാനും സമയത്തിനുള്ളിൽ ഇൻവെർട്ടർ ഓണാവും. ഇൻവെർട്ടർ ഓണായി സപ്ലൈ അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പഴയ ഫെൻസിങ് കിട്ടാനോടത്തും പുതിയതിലേക്കും കൂടി ഒരുമിച്ച് ഇപ്പോൾ സപ്ലൈ പോവുകയാണ്. സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് പോയിട്ട്. അപ്പോൾ ആൾ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പുറകെ പോകണം. ആളിത് സപ്ലൈ ചെക്ക് ചെയ്യാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട്. ബാറ്ററിക്കും ചാർജ് ഉണ്ട്. വലിയ ഫോൾട്ടുകൾ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല സ്പാർക്കൊക്കെ ഉണ്ട്. നന്നായിട്ട് ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. നിലവിലിപ്പോൾ വലിയ കാര്യമായിട്ട് കാടും പടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി അങ്ങനെ പെട്ടെന്ന് ചാർജൊന്നും ഇറങ്ങിപ്പോവില്ല. നല്ല രീതിയിൽ ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു.